ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എന്തായാലും ലാലേട്ടൻ വന്നിട്ട് രണ്ട് പേരുടെ പേര് മാത്രം എടുത്തു പറഞ്ഞു. അതായത് രതീഷിൻ്റെ അതുപോലെ തന്നെ ജിൻഡോയുടെയും പേര്. അപ്പം അവരെന്തോ തെറ്റ് ചെയ്തതാണോ അതോ അവരുടെ ഭാഗത്ത് ശരിയായിട്ടാണോ ലാലേട്ടൻ അവരുടെ പേര് വിളിച്ചതെന്ന് അറിയില്ല. എന്തായാലും 3D സ്ക്രീനിലാണ് ലാലേട്ടൻ വന്നത്. അപ്പം പ്രാങ്കിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് അപ്പം വമ്പനായിട്ട് അവിടെ പ്രാങ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലാലേട്ടൻ വരുന്നത്. അപ്പോൾ ലാലേട്ടൻ വന്നു കഴിയുമ്പോഴത്തേന് പ്രാങ്ക് എല്ലാവരും നിർത്തും. എന്നിട്ട് പ്രാങ്കിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും ലാലേട്ടൻ പോയി കഴിയുമ്പോൾ ഇന്നതാണ് ചിലർക്ക് മനസ്സിലായി, ചിലർക്ക് മനസ്സിലായില്ല, ആക്ടിങ് ആയിരുന്നു അല്ല എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭിപ്രായം പറഞ്ഞു കഴിയുന്ന ഉടനെ ഇതുപോലെ ഓരോ അവരവരുടെ മുറിയിൽ ചെന്നിരുന്നാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ പലതവണ ഈ ഗബ്രി അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ജാസ്മിൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗബ്രി വീണ്ടും ജാസ്മിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതായത് ഒരു കോഴി സ്വഭാവം ജാസ്മിൻ്റെ അടുത്ത് നമ്മുടെ ഗബ്രി കാണിക്കുന്നുണ്ട്. ഏകദേശം ഏറെക്കുറെ തനി കോഴിയായിട്ട് തന്നെയാണ് ഗബ്രിയുടെ പോക്കും. ജാസ്മിനെ കൂടുതലായിട്ട് ഓഡിയൻസ് ശ്രദ്ധിക്കുന്നുണ്ട്, അതായത് ക്യാമറ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ജാസ്മിൻ്റെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണ് ഗബ്രി എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഫ്രണ്ട്സ് ആണെന്നെങ്കിലും അവർ കൂടുതലായിട്ട് ഇച്ചിരി ഓവറാണെന്ന് നമുക്ക് ഇപ്പോഴത്തെ ലൈവ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. കാരണം എല്ലാവരുടെയും ഇടയിൽ ഒതുങ്ങി മാറിയിരുന്ന ജാസ്മിൻ്റെ അടുത്തേക്ക് ഗബ്രി വിളിക്കാതെ തന്നെ വലിഞ്ഞു കയറി ചെന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തനി ഒരു കോഴിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു 2 ദിവസം കൊണ്ട് നമ്മുടെ ഗബ്രി. വെറും കോഴിയല്ല, വെറും ബ്രോയിലർ കോഴിയായിരിക്കുകയാണ്. എന്തായാലും വരും എപ്പിസോഡിൽ നമുക്ക് കാണാം. ലൈവിൽ എന്തായാലും പ്രാങ്കിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.